കുറച്ച് ആൾക്കാരെ എൻ്റെ പേരേക്ക് കല്യാണത്തിന് വിളിക്കുകയാണ്. ഈ വരുന്ന ആൾക്കാരോടൊക്കെ കുറച്ച് ആൾക്കാരോട് നല്ല രീതിയിൽ ഇതാക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ മൈൻഡ് ചെയ്യണില്ല. കുറച്ച് ആൾക്കാരോട് വരുമ്പോൾ കൈയെടുത്തു, പിന്നെ വേറെ മുണ്ടാട്ടൊന്നുമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ ഇതേപോലെ തന്നെ നമുക്ക് ബിസിനസ്സിലും കാണാൻ പറ്റും. നമ്മൾ മാർക്കറ്റ് ചെയ്ത് നമ്മളെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സർവീസോ പ്രൊഡക്റ്റൊക്കെ പറഞ്ഞ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വരികയാണ് വലിയ നമ്മളെ ബിസിനസ്സൊക്കെ എൻക്വയറി ചെയ്യാണ്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ സ്റ്റോർ വിസിറ്റ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വരുമ്പോൾ ഒരു കോൾ വരുന്ന ഫോൺ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വരുമ്പോൾ സംസാരിക്കണമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു മൈൻഡും ഇല്ല, കണ്ട പരിചയം തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ട് ആളെ മൈൻഡ് ചെയ്യാതെ നിൽക്കണ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ആ കസ്റ്റമർ അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതിലെന്താണ്, നല്ലൊരു പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു കസ്റ്റമർ ബിസിനസ് ഒക്കെ എത്തുന്നത്. ഒന്നെങ്കിൽ എൻക്വയറി ആയിട്ടേക്കാരും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ വാക്കിംഗ് കസ്റ്റമർ ആയിട്ടൊക്കെ വരുന്നത്. നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്ത് നല്ലൊരു എമൗണ്ട് കളഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടൊരു കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, അവരെ പെയിൻ പോയിന്റ് എന്തൊക്കെയാണ്, നമ്മളെന്തൊക്കെയാണ് അവരോട് സംസാരിച്ചതെന്നൊക്കെ ഉള്ളത് ഇതിൽ മാനേജ് ചെയ്യപ്പെടുകയും പിന്നീട് ആ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ഫീല് കിട്ടും. ഇവർ നല്ല കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീല് കിട്ടും. ബിസിനസ്സിൽ കൺവേർഷൻ റേറ്റ് ഒറ്റയ്ക്ക് കൂടുകയും ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം സെയിൽസ് നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഇവർക്ക് അറ്റ് ടൈം 20, 30, 40 കസ്റ്റമേഴ്സിൻ്റെ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യേണ്ട കേസ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതൊന്നും ഇവർക്ക് ബ്രെയിനിൽ നിൽക്കില്ല. ആളെന്താ പറഞ്ഞത്, മറ്റേ ആളെന്താ പറഞ്ഞത്. പിന്നീട് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വൺസ് ഒരു പ്രൊഡക്റ്റ് നോക്കിപ്പോയി പറയണ നെക്സ്റ്റ് വീക്ക് ഞാൻ വരട്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പിന്നെ മകനെയും കൂട്ടി വരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേക്കാരും പോകുന്നുണ്ടാവാം. പിന്നീട് ഈ കസ്റ്റമർ വരികയാണ്. അപ്പോൾ ആ വരുന്ന ഗ്യാപ്പിൽ നമ്മളെ സെയിൽസ് സ്റ്റാഫ് എന്തിനുണ്ടാവും, ഒരു 100-150 ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ ഡീൽ ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു ഓർമ്മയുണ്ടാവില്ല, ഡെയിലി ഇങ്ങനെ കണ്ടുപോവാണ്. അപ്പോൾ നേരെ മറിച്ച് ഇത് CRM ത്രൂ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇതിൽ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ ആളാണെന്ന് വെച്ചെങ്കിൽ തലേന്ന് വിളിക്കുക, സാറ് നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈവനിങ്ങാണ് വരിക അല്ലെങ്കിൽ മോർണിംഗ് ആണോ വരുന്നത് എന്നൊക്കെയുള്ള ലെവലിൽ വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ അഥവാ പോലും വരാൻ വിചാരിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ വിളിച്ച കാരണത്താൽ വരും. അപ്പോൾ നമ്മൾ എന്തുണ്ട്, കറക്റ്റ് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ആ സമയമാകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ആഡ് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. കസ്റ്റമർ ഭാഗത്ത് നിന്ന് ഭയങ്കര വാല്യൂ ആണ് കിട്ടുക. അത്രയും പേഴ്സണലി കെയർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇതെന്നുള്ള ലെവലിൽ. പിന്നെ ഇൻ കേസ് എന്ത് ഇത് വേണമെന്നുണ്ടെങ്കിലും അവർ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ നമ്മളെ ചൂസ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മളുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നിടത്താണ് സെയിൽ ക്ലോസ് ആവുക. നമ്മൾ ആദ്യം പറയണതാണ്, ഒരു സെയിൽ ക്ലോസ് ആകുന്നതിന് മുമ്പ് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുമല്ലോ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു CRMൻ്റെ ഭാഗത്തേക്കുള്ള